ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിന് ഈ 2 ചിക്കൻ 2 ആൾക്കാർക്കെന്ന്. 2 ആൾക്കാരല്ല, നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചേട്ടൻ അബുദാബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വല്യപ്പച്ചൻ്റെ മോളും, അതായത് വല്യപ്പച്ചൻ്റെ മോനും വല്യപ്പച്ചൻ്റെ മോളും ഒരു ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മോളും ഫാമിലിയും ഇവിടെയാണ് അവർ താമസിക്കുന്നത്, നമ്മുടെ അടുത്ത് തന്നെയാണ്. പക്ഷെ അവർ എന്നൊന്നും വരാറില്ല. എല്ലാ ഫ്രൈഡേയും അവരുകൊണ്ട് വരും. നമ്മൾ താമസിക്കുന്നത് ചർച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ മോൻ കാറ്റിസത്തിന് പോണതുകൊണ്ട് തന്നെ എല്ലാ ഫ്രൈഡേയും വരും. പക്ഷേ എല്ലാ ഫ്രൈഡേയും ഒന്നും അവർ കയറാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് എടുത്ത് വിളിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ വരുമോ, കയറോ? കാരണം ചേട്ടൻ അബുദാബിയിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ചു ഒന്ന് കാണാം, കുറച്ചധികം നാളായി നാട്ടിൽ വെച്ച് കണ്ടതാണല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ കയറും, പക്ഷേ നമ്മൾ ഭക്ഷണത്തിനൊന്നും നീ റെഡിയാക്കണ്ട, കാരണം ഭക്ഷണമൊന്നും കഴിക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. അവർക്കും കുറച്ച് പരിപാടിയുണ്ട്, കാരണം ഈ മാസാവസാനം ആയതുകൊണ്ട് തന്നെ അക്കൗണ്ട് സെക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ച് അവർക്ക് ക്ലിയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറി പോരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഒരു 10 പ്രാവശ്യം എന്നോട് എടുത്തു പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി, എന്നാൽ ഞാൻ ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ വായോ, അന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നമുക്ക് സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഒന്നും ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, കുക്ക് ചെയ്യാനൊന്നും ചെയ്തില്ല. അവരാദ്യം വരട്ടെ, വന്നിട്ട് നമുക്കതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ എന്തായി, അവർ മീൻസ് എൻ്റെ വലിയപ്പച്ചൻ്റെ മോളും പിള്ളേരും എല്ലാവരും കൂടി ആദ്യം വന്നു. ചേട്ടനും മരുമോനൊക്കെ പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ അവർ വരണ സമയം കൊണ്ട് ഇവർ വീട്ടിൽ കയറി സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവർ വരാൻ ലേറ്റ് ആവും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, വന്നാൽ ഞാൻ എന്തെങ്കിലും മേടിക്കാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആളെന്ത് ചെയ്തു, ചിക്കൻ മേടിക്കാൻ പോയി. അങ്ങനെ ചിക്കൻ മേടിച്ച്, സത്യം പറഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ നമ്മൾ വിചാരിച്ചു, കുറേ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ നമ്മൾക്ക് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വേഗം ഉണ്ടാക്കിയൊരു പരിപാടിയാണ് ചിക്കൻ ഫ്രൈ. അപ്പോൾ കുറച്ച് എന്താ പറയുക, എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ അധികം നേരം സംസാരിച്ചിരുന്നു, കുറേ ലേറ്റായിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ വേഗം തന്നെ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം, അധികം നേരം ഒന്നും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല കേട്ടോ. കുറച്ച് നേരം, ഒരു 10 മിനിറ്റൊക്കെ വെച്ചുള്ളൂ. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. എയർ ഫ്രയറിലായതുകൊണ്ട് തന്നെ കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ അത് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ കെട്ടിയനും കൂടിയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ കെട്ടിയൻ എന്താ പറയുക, മസാലയൊക്കെ തിരുമ്മി സെറ്റാക്കുന്നുണ്ട്. ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി അടിച്ച് എന്താ പറയുക, മസാലയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആൾ തന്നെ അത് ബാക്കിയൊക്കെ ആൾ ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മയണൈസ് ഉണ്ടാക്കാനായിട്ട് തിരിഞ്ഞു. അപ്പോൾ മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗാർലിക്കും, എന്താ പറയുക, എഗ്ഗും, പിന്നെ അതിലേക്ക് നാരങ്ങാനീര്, ഓയിൽ, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമ്മൾ അതിങ്ങനെ തിക്കാക്കി എടുക്കണം. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ ഉപ്പും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സാധാരണ ഞാൻ മയണൈസ് ഉണ്ടാക്കുമ്പോൾ വെള്ളം മാത്രമേ എടുക്കുള്ളൂ. എന്താ പറയുക, മുട്ടയുടെ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒരു മുട്ട ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ടു കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഞാനിങ്ങനെ കണ്ടിരുന്നു, ഫുള്ളായിട്ട് ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തിട്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മൾ കുറേ അധികം നേരം സംസാരിച്ചിരുന്നിട്ട് കുറേ ലേറ്റായി പോയാൽ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം, ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ അത് കൂടാണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നും പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ വീക്കെൻഡ്, ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ 4 ദിവസം നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.